അങ്ങനെ വേദ ഗർഭിണിയാണെന്ന് ഡോക്ടർ അറിയിക്കുന്ന സമയത്ത് വേദയ്ക്ക് സന്തോഷിക്കാനും പറ്റുന്നില്ല, പക്ഷേ വിഷമിക്കാനും ബാധിരിക്കാനും പറ്റില്ല. കാരണം വിക്രത്തിന് എന്താ സംഭവിച്ചെന്ന് അവൾക്ക് ഒരു പിടുത്തവും കിട്ടാതെ അവിടെ ഇരിക്കണത്. എന്തായാലും വിക്രത്തിനെ നമ്മുടെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ചന്ദ്രശേഖരനെ കൊന്നതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുകൊണ്ട് കോടതിയിലൊക്കെ ഹാജരാക്കേണ്ട. വേദയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്നും പറയണമെന്നുണ്ട്. അവൾ ഗർഭിണിയാണെന്ന് വിവരം, പക്ഷേ ഒരിക്കലും അവൾക്ക് പറയാൻ പറ്റുന്നില്ല. അവൾ ഒളിഞ്ഞും പാത്തൊക്കെ നിൽക്കുന്നുണ്ട്. ആ വിഷമം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഒരുപാട് വിക്രത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും നീ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, നിനക്ക് ഞങ്ങളുണ്ട്, എല്ലാറ്റിനും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും വിക്രത്തിന് അറസ്റ്റ് ചെയ്യുന്നതേ കൊണ്ടിട്ട് ജയിലിൽ ശിക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു കുറ്റമല്ല അവൻ്റെ പേരിൽ. നമ്മുടെ അനിയൻകുട്ടനാണെങ്കിലും മരിച്ചുപോയി, സാക്ഷി പറയാനില്ല, ചന്ദ്രശേഖരനെ കൊന്നതിന് ഒക്കെപ്പാടെ നമ്മുടെ വിക്രത്തിന് എന്തായാലും നമ്മളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 6 കൊല്ലത്തിൽ ശിക്ഷിക്കാൻ വിധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ പറയേണ്ടത് ഈ കുട്ടിക്കുള്ള അവകാശം മുഴുവൻ ഞാൻ എന്തായാലും നേടിയെടുക്കും, അത് ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ വേദ ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിക്രത്തിനോട് ഈ സന്തോഷ വാർത്ത അവൾക്ക് അറിയിക്കാൻ പറ്റണില്ല. എന്തായാലും ദർശൻ വക്കീൽ ഒരുപാട് ശ്രമിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ ഒരിക്കലും നമ്മുടെ വിക്രത്തിനെ ഒന്നും രക്ഷിക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.